ഹലോ, പാർവതിയാണേ. ഫ്രൈഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പൊ അതുപോലെ എണീക്കാൻ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാന്ന്. അങ്ങനെ ഞാനും ഒപ്പം റെഡിയായി നേരെ സൈത്തൂണിലേക്ക് എത്തി. ചേച്ചിയും ചേട്ടനും കുഞ്ഞും ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഞാന് ഫിഷ് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. ഏകദേശം 3 മണി കഴിഞ്ഞു. എനിക്ക് സൈത്തൂണിലെ വെജ് മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഫ്രൈഡേ നമുക്ക് വെജ് മീൽസ് അവൈലബിൾ അല്ല. പിന്നെ ചട്ടിച്ചോറും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചട്ടിച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് കുഞ്ഞുമായിട്ടൊക്കെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ച് അപ്പഴത്തേക്ക് ഏകദേശം 4, 4:30 കഴിഞ്ഞു. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു ഇവിടെ ഖത്താറില് എം.എഫ്. ഹുസൈന്റെ ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാന്ന്. അങ്ങനെ അമ്മുവിനെയും ഷിബിനെയും മിലനെയും ഒക്കെ വിളിച്ച് നമ്മളെല്ലാരും കൂടി നേരെ അവിടേക്ക് പോയി. അവിടെ ഫ്രീ എൻട്രി ആണ്. ഫെബ്രുവരി 7 അതായത് ഇന്നും കൂടി അവിടെ ആർട്ട് എക്സിബിഷൻ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു ലൈറ്റിന്റെ ഫുൾ കളിയാണ്. നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ കുറേ നേരം അതിനകത്ത് നിന്ന് അതൊക്കെ എൻജോയ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കുതിരകളുടെ ഒരു അറേബ്യൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പല അറബ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുതിരകളുടെ ഒരു ബ്യൂട്ടി ഷോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ സ്ക്രീനിൽ അവരത് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നിന്ന് കുറേ നേരം കണ്ടു. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ ആർട്ട് വർക്കുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം കുതിരകളുടെ തീമായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ സ്പ്രേ പെയിന്റിംഗ് ചെയ്യുന്നതും, ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഒക്കെ ഇത്രയും വലിയൊരു വോളിൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അവരുടെ ക്ഷമയൊക്കെ കണ്ടപ്പോൾ കാരണം അത്രയും നല്ലൊരു ഫിനിഷിംഗിൽ അത് എത്തിക്കണമെങ്കിൽ അത്രയും ക്ഷമയോടുകൂടി നിന്ന് അവരത് ചെയ്യണം. അങ്ങനെ കുറേ നേരം അതൊക്കെ നിന്ന് വാച്ച് ചെയ്ത്, അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു സിനിമയ്ക്ക് പോവാന്ന് തീരുമാനിച്ചു. നേരെ ഏഷ്യൻ ടൗണിലേക്ക് പോവാന്ന് വിചാരിച്ചു. എനിക്ക് ഏഷ്യൻ ടൗണിൽ പോകുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ജയറാമിന്റെ 1000 ആശകൾ കാണാൻ കയറി. ഞങ്ങൾക്ക് സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി സസ്യയിൽ കയറിയിട്ട് ഒരു ദോശയൊക്കെ വാങ്ങി കഴിച്ചു.